ഹലോ ഹായ് നമസ്കാരം. ഗോൾഡൻ ഗാലയുടെ ഗെറ്റ് റെഡി വിത്ത് മീയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് അയ്യപ്പൻ കോശയിലൂടെ ഭയങ്കര ഫേമസ് ആയ ഭയങ്കര ബോൾഡ് ആൻഡ് സ്ട്രോങ് ക്യാരക്ടറായ കണ്ണമ്മ അല്ലെങ്കിൽ ഗൗരി നന്ദ. ഹലോ മാം, Hi. വെൽക്കം ടു ഗോൾഡൻ ഗാലാസ് ഗെറ്റ് റെഡി വിത്ത് മീ. ഇന്നിവിടെ ജീൻ ക്ലോഡ് ബിറ്റ്ഗൂണിൽ മാം എന്ത് സർവീസ് എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്? ഞാൻ എൻ്റെ ഹെയറിൻ്റെ ഒന്ന് ടോട്ടലി സ്ട്രക്ചർ മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ്. എൻ്റെ പേരിന് മുകളിൽ വന്നൊരു നെയിമാണ്. ഇതിനെക്കാളും നന്നായിട്ട് പുള്ളിയാണ് അത് ആഗ്രഹിച്ച് നിന്നത്. ഞാൻ സെക്കൻഡ് ടേക്കിൽ പറഞ്ഞൊരു ഡയലോഗാണത്. ഫസ്റ്റ് ഈ സീക്വൻസിന് അവൾക്ക് കയ്യടി കിട്ടും എന്ന് പറഞ്ഞാലും രാജുവേട്ടൻ തന്നെ. തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഭയങ്കര ക്യൂരിയസ് ഉണ്ടായിരുന്നു. ക്ലോസ് അടിക്കട. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം. ഹലോ മാം, വെൽക്കം ബാക്ക് മാം. യു ലുക്ക് ഡ്രോപ്ഡ് ആൻഡ് ഗോർജിയസ്. ഫസ്റ്റ് കണ്ട ആളല്ല, ആള് കംപ്ലീറ്റ്ലി മാറിയിരിക്കുന്നു, കംപ്ലീറ്റ്ലി ചേഞ്ച് ഉണ്ട്. ഐ നോ ഒരു ഹെയർ ട്രാൻസ്ഫോർമേഷൻ മാത്രമാണ്, ബട്ട് സ്റ്റിൽ ലുക്കേ മാറിയിരിക്കുന്നു. ഹൗ ഡു യു ഫീൽ അബൌട്ട് ജീൻ ക്ലോഡ് ബിഗൂൺ? ഈ ഒരു സലൂണിനെ പറ്റിയിട്ട് എന്താണ് അഭിപ്രായം? ഇല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ എങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഞാൻ വന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബിക്കോസ് ഈ പറഞ്ഞ എൻ്റെ ഹെയർ ഭയങ്കര ഡാമേജ് ആയിരുന്നു. ഈ പറഞ്ഞ ഷൂട്ടും കാര്യങ്ങളും പിന്നെ ചില ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ ആക്കേണ്ടി വന്നിട്ടുണ്ട്. കണ്ണമ്മയുടെ റോളിന് വേണ്ടിയിട്ട് അതുപോലെ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഒരു ഹെയറിന് ട്രീറ്റ്മെന്റ് ചെയ്യുന്നതും ഒരു വേറെ ഡിഫറെന്റ് സ്റ്റൈലിംഗ് ട്രൈ ചെയ്യുന്നത്. കളറിംഗ് ഫസ്റ്റ് ടൈം ആണോ? അതിന് മുന്നേ അല്ല, ചെയ്തിട്ടുണ്ട്, ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെങ്ങനെയുണ്ട്? ഡു യു ലൈക്ക് ഇറ്റ്? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഗൗരി നന്ദയുടെ ലൈഫിൽ ഇപ്പൊ എന്താണ് നടക്കുന്നത്? ഹൗ ഡു യു ലൈക്ക് വിശേഷങ്ങൾ എന്തൊക്കെയാ പുതിയത്? വിശേഷം എന്താണെന്ന് വെച്ചാൽ നന്നായി പോകുന്നു. ഈ പറഞ്ഞ പോലെ 2-3 ഫിലിംസ് കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ എല്ലാം കുറച്ച് ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ആണ്. ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര സംഭവമല്ല എങ്കിൽ നോർമൽ ആയിട്ട്, പക്ഷെ ഞാൻ ചെയ്തിട്ടില്ലാത്ത 1-2 പുതിയ തരത്തിൽ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ മൂവീസ് റിലീസ് ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. എനിക്ക് ആക്ച്വലി ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യം, വന്നപ്പോൾ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു. നമ്പർ 1 എന്ന് പറഞ്ഞിട്ടാണ് നമ്പർ പ്ലേറ്റ്. അതിന്റെ ബാക്ക് സ്റ്റോറി ഉണ്ടോ? ഇങ്ങനെ നമ്പർ പ്ലേറ്റിൽ ക്രേസ് ഉണ്ടോ, ഓർ ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഇതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്? അല്ല, നമ്പർ പ്ലേറ്റ്സ് ക്രേസ് ഉണ്ടായിട്ടൊന്നുമല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു ടൈമിൽ ഞാൻ ഇങ്ങനെ വണ്ടി എടുത്ത സമയത്ത് എനിക്ക് തോന്നുന്നൊരു മോർ ദാൻ 14 years ആയി ഞാൻ ആ വണ്ടിയെ ഉപയോഗിക്കും. അപ്പോൾ എനിക്ക് ആ നമ്പർ പ്ലേറ്റ് ഈ പറഞ്ഞ പോലെ 1 കിട്ടിയാൽ കൊള്ളാവുന്ന ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് കുറച്ച് ഈ പറഞ്ഞ പോലെ കുറെ ട്രൈ ചെയ്തു ആ ഒരു നമ്പർ കിട്ടാൻ. ട്രൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അത് മേലൊക്കെ പോയിട്ട് കിട്ടിയതാണ്. ഓക്കെ, കിട്ടിയതെടുത്ത ഒരു നമ്പറാണ് 1 എന്ന് പറയാതെ. അതെ, അങ്ങനെ എടുത്തതാണ്. കൊള്ളാം, അടിപൊളി. അത് ഇതിനോട് ഭയങ്കര ഒരു ഇതുണ്ടായിട്ടൊന്നും അല്ല. വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഫാമിലി ഈവൻ പാരൻസിനാണെങ്കിലും അത് ഇൻട്രസ്റ്റ് ആയിരുന്നു. ഓക്കെ, സോ എല്ലാവരുടെയും കൂടി ആഗ്രഹത്തിന് വേണ്ടിയിട്ട് പോയിട്ട് ലേലം വിളിച്ചെടുത്ത ഒരു കണ്ണമ്മേനെ മിസ് ചെയ്യുന്നുണ്ടോ? കണ്ണമ്മേനെ മിസ് ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളിപ്പോഴും പോലെയാണ്. ഗോൾഡൻ എറയിൽ നിന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണമ്മ. അതെ, അത് ഈ പറഞ്ഞ പോലെ പലരും പറയാറുണ്ട്. ഇപ്പൊ റീസെന്റ് എനിക്ക് തോന്നുന്നു 4 years ആവുന്നു. പറയുന്നുണ്ട് അതിനെ വിട്ടിട്ട് അടുത്ത് പിടിക്കുമെന്ന് പറഞ്ഞാലും അത് ഇപ്പോഴും നമ്മുടെ കൂടെ ഉള്ള പോലെയാണ്. ബിക്കോസ് ഇവൻ പുറത്ത് പോകുമ്പോഴാണെങ്കിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നതും അറിയപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഇപ്പൊ ഒരു 4 years ആവുന്നു. എന്നിട്ട് പോലും ആൾക്കാരുടെ മൈൻഡിലുള്ളത് എന്റെ പേരിന് മുകളിൽ വന്നൊരു നെയിമാണ്. ഇപ്പൊ പോലും പലർക്കും എന്റെ പേര് കറക്റ്റ് അറിയാത്തവരുണ്ട്. പക്ഷെ കണ്ണമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. നമുക്കൊരു കുട്ടി ടാസ്ക് തരട്ടെ, സിമ്പിൾ ആണ്. ഞാനിപ്പോ ഒരാളെ പറ്റി പറയും, ഒരാളെ പറ്റിയല്ല, ഒരാളുടെ പേര് പറയും. ആളുടെ പേര് കേൾക്കുമ്പോൾ അയാളെ പറ്റിയിട്ട് എന്താ മൈൻഡിലേക്ക് വരണേ, അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് എങ്ങനെയുണ്ടായിരുന്നു, അതിനെ പറ്റിയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ദി ഫസ്റ്റ് പേഴ്സൺ ഈസ് പൃഥ്വിരാജ്. ശരിയാണല്ലോ. എനിക്കും സത്യം പറഞ്ഞാൽ രാജുവേട്ടൻ എന്ന് പറഞ്ഞ് വരുമ്പം ഒബ്വിയസ്ലി പറഞ്ഞ പോലെ അയ്യപ്പന കോശ്യം തന്നെയാണ്. ആ കോശ്യം എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. ബിക്കോസ് അന്ന് ഈ പറഞ്ഞ കണ്ണമ്മ എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ആ സീക്വൻസ് പോലും രാജുവേട്ടൻ്റെ ഫുൾ സപ്പോർട്ട് ഉള്ളത് കൊണ്ട്
മാത്രം ഉണ്ടായത് ബോൾഡായിട്ട് അവിടെ പറയണമെങ്കിൽ അല്ലെ അങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ. കാരണം അങ്ങനെ ഒന്നും ഒരു ഹീറോസും ആ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരൊന്നും അങ്ങനെ നമുക്ക് പെർമിഷൻ തരില്ല ഈ പറഞ്ഞ പോലെ. പക്ഷെ അവിടെ ഈ പറഞ്ഞ പോലെ എന്നെക്കാളും നന്നായിട്ട് പുള്ളിയാണ് അത് ആഗ്രഹിച്ച് നിന്നത്. നല്ല ബെറ്റർ ആയിട്ട് ഈ പറഞ്ഞ പോലെ ഡയലോഗ് പ്രസന്റ് ചെയ്യണം. കാരണം സ്ക്രിപ്റ്റിൽ പോലും ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു ഫയർ കാണിക്കുന്ന, അല്ലെങ്കിൽ കണ്ണമ്മ എന്ന് പറയുന്ന പേഴ്സൺ എന്താന്ന് കാണിക്കുന്ന ഒരു പർട്ടിക്കുലർ സീക്വൻസ് ആണത്. അപ്പൊ ഈ പറഞ്ഞ പോലെ അവിടെ ഏറ്റവും ഭംഗിയായിട്ട് അവിടെ അത് ചെയ്യണം എന്ന് പറഞ്ഞ സച്ചിന്റെ ഒപ്പം നിന്നൊരു ആക്ടറാണ് മറ്റേ രാജുവേട്ടൻ. അപ്പൊ എനിക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ ഈ പറഞ്ഞ സപ്പോർട്ടീവ് എന്ന് പറഞ്ഞ ഒരു സംഭവം അപ്പൊ എന്തായാലും ആ ഒരു വേർഡ് തീർച്ചയായിട്ടും ഉണ്ട്. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ആഫ്റ്റർ റിലീസിന് മുമ്പാണെങ്കിലും അവര് പ്രിവ്യൂ കണ്ടപ്പോഴും ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഈ സീക്വൻസിന് അവൾക്ക് കൈയടി കിട്ടും എന്ന് പറഞ്ഞ ആളും രാജുവേട്ടൻ തന്നെയാണ്. അപ്പൊ അത്രയും സപ്പോർട്ടും കംഫർട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈസി ആയിട്ട് ഈ പറഞ്ഞ പോലെ ഡയലോഗ് പറയാൻ പറ്റി. എനിക്ക് തോന്നുന്നു ഞാൻ സെക്കൻഡ് ടേക്കിൽ പറഞ്ഞൊരു ഡയലോഗാണത്. കാരണം അത്ര ലെങ്തിയാണ്, കുറെ ചെയ്യാനുണ്ട്. ഈവൻ ട്രാവൽ ചെയ്ത് വന്നിട്ട് പുള്ളിയുടെ മുഖത്തൊക്കെ പറയണം. അപ്പൊ ഈ പറഞ്ഞ സെക്കൻഡ് ടേക്കിൽ ഓക്കെ ആക്കാനുണ്ടെങ്കിൽ അതിൽ രാജുവേട്ടന്റെ ഭയങ്കര ഒരു സപ്പോർട്ടാണ്. The next person is Biju Menon. വിഷേട്ടൻ അയ്യപ്പൻ നായർ. അതാണ് അയ്യപ്പൻ നായർ കൂടിയാണ് ഞാൻ വിഷേട്ടനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത്. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആളുടെ ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് ചെയ്യുന്നത്. സോ എന്തായിരിക്കും വിഷേട്ടൻ, എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ഭയങ്കര ക്യൂരിയസ് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ ആള് ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള പേഴ്സൺ ആണ്. ഭയങ്കര കംഫർട്ടായിരുന്നു വർക്ക് ചെയ്യാനായിട്ട്. ആ ഒരു ക്യാരക്ടർ ഞങ്ങൾ രണ്ടുപേരും എനിക്ക് തോന്നുന്നു ആ ഒരു രണ്ടുപേരുടെ ആ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്കായി എന്ന് ആഫ്റ്റർ റിലീസ് കണ്ടവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കെമിസ്ട്രി വർക്കാക്കാൻ വേണ്ടി പറഞ്ഞ പോലെ പുള്ളി ഒരു സപ്പോർട്ട് തന്നെയാണ്. എനിക്ക് കംഫർട്ടായിട്ട് വർക്ക് ചെയ്ത ആർട്ടിസ്റ്റുകളിൽ വിഷേട്ടനുണ്ട് ഒരാളാണ്. ഓക്കെ, ദ നെക്സ്റ്റ് പേഴ്സൺ ഇസ് സുരേഷ് ഗോപി. ഫസ്റ്റ് ഹീറോ. Yes, the first hero. അതെന്നും മെമ്മറിയിൽ ഉണ്ടാവും. ചെറുപ്പം തൊട്ടേ ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ സിനിമ കണ്ട് വളർന്ന ടൈം തൊട്ടേ അറിയുന്ന സൂപ്പർ സ്റ്റാർസിൽ മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ്. എനിക്ക് തോന്നുന്നു ലൈക്ക് കുറച്ച് മൂവീസ് ലൈക്ക് വരില്ല എന്നെ പറഞ്ഞ ആ ഒരു മൂവീസിന്റെ കാലത്ത് പോലും യു ഹാവ് ഡൺ വിത്ത് എല്ലാ മെയിൽ ലിസ്റ്റ് ആക്ടേഴ്സിന്റെ കൂടെയാണ് വർക്ക് ചെയ്തിരിക്കുന്നത്. സുരേഷ് ഗോപി, മോഹൻലാൽ, മമ്മൂക്കേനെ ഒപ്പം വർക്ക് ചെയ്തിട്ടില്ല. മമ്മൂക്കയുടെ വർക്ക് ചെയ്തിട്ടില്ല. ഓക്കെ, ഫൈൻ. അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ആഗ്രഹം, മമ്മൂക്ക വർക്ക് ചെയ്യണം. അത് ഞാൻ പറഞ്ഞു, സൂപ്പർ സ്റ്റാർ ലിസ്റ്റിൽ നമ്മൾ എപ്പോഴും കേൾക്കുന്നത് മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നല്ലേ. അപ്പൊ അതിൽ ഈ പറഞ്ഞ പോലെ സുരേഷിന്റെ ഒപ്പമാണ് ഫസ്റ്റ് മൂവി ചെയ്യാൻ പറ്റിയത് ആസ് എ ഹീറോയിൻ. അതൊരു ഭയങ്കര അതെ, മമ്മൂക്ക കൂടി ലിസ്റ്റിലുണ്ട്. സോ ഇപ്പൊ നമ്മൾ സൂപ്പർ സ്റ്റാർസിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുകയാണ്. ക്യാൻ യു ഡിസ്ക്രൈബ് അബൌട്ട് ലാലേട്ടൻ? ഓഫ് കോഴ്സ് ചോദിച്ചില്ലെങ്കിൽ ഞാൻ ലാലേട്ടൻ്റെ ഒപ്പം 2 മൂവി ചെയ്തിട്ടുണ്ട്. ഓക്കെ, ലോഹവും കനലും ബാക്ക് ടു ബാക്ക് ആയിരുന്നു. രണ്ടും ഡിഫറെന്റ് ക്യാരക്ടറാണ്. ഒന്നിൽ ഈ പറഞ്ഞു ജാക്ലിൻ പറഞ്ഞത്, മറ്റേ ക്യാരക്ടർ ലാലേട്ടന്റെ ഒരു കാമുകി ആയിട്ടായിരുന്നു. ഓക്കെ, രണ്ടും ടോട്ടലി ഡിഫറെന്റ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ലാലേട്ടന്റെ ഒപ്പം 2 മൂവി ചെയ്യാൻ പറ്റി. റൊമാൻറ്റിക് റഫ് ആയിട്ടുള്ള ഓക്കെ, അതെ അതെ അതെ. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഫസ്റ്റ് ആക്ഷൻ ചെയ്യുന്നതും ഫസ്റ്റ് റൊമാൻസ് ചെയ്യുന്നതും സിനിമയിൽ വന്നിട്ട് ലാലേട്ടന്റെ കൂടെ ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് ആക്ച്വലി മാമിൻ്റെ ഒരു മൂവി ലോഹം എന്ന് പറഞ്ഞ മൂവിയിൽ ജാക്ലിൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ മാം ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് വെരി ഇൻസ്പയറിംഗ്. ലൈക്ക് ആ ഒരു ഗ്യാങ് ഓഫ് 5 ലൈക്ക് വൺ ഓഫ് ദി ബോൾഡ് ക്യാരക്ടർ. ഫൈറ്റ് സീക്വൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ആ ഫൈറ്റ് സീക്വൻസിലൊക്കെ ഹൗ വാസ് ഇറ്റ്? ഹൗ ഡിഡ് യു ഫീൽ ലൈക്ക് ഡൂയിങ് ഇറ്റ്? എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഒപ്പം നിന്ന് ഫൈറ്റ് ചെയ്യാം. എക്സാക്ട്ലി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹീറോയിനാണ് ആഞ്ചലിന ജോളി. ഞാൻ അവരുടെ ഭയങ്കര ഫാനാണ്. ആരെങ്കിലും ഫാനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറയുന്നത് ആഞ്ചലിന ജോളിയുടെയാണ്. അവരുടെ സിനിമകൾ കണ്ട് അതേപോലെ ഫൈറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ആഗ്രഹിച്ചിരിക്കുന്ന സമയത്താണ്. പക്ഷേ ഈ സിനിമയിൽ ഫൈറ്റ് ചെയ്യുന്നത് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈവൻ ടീം രഞ്ജിത് സാറൊക്കെ ആണെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് ബോക്സിങ് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്തിനാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മളത് ട്രെയിൻ ചെയ്യണമല്ലോ. അങ്ങനെ ഒരു 1 month ട്രെയിൻ ചെയ്തിട്ട്, പക്ഷെ അതൊരു ചെറിയ ഷോട്ടിലേ വന്നുള്ളൂ. പക്ഷെ അത് ഗുണം ചെയ്തു. ഈ പടത്തിൽ സ്റ്റണ്ട് സിൽവർ മാസ്റ്റർ ആയിരുന്നു. ഫൈറ്റ് മാസ്റ്റർ ജില്ല കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ. ലാലേട്ടൻ്റെ അപ്പോൾ അദ്ദേഹമാണ്
പറഞ്ഞത് ഗൗരി സിനിമയിൽ ഫൈറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അപ്രീസിയേഷൻ ചെയ്ത് ആഫ്റ്റർ ഫൈറ്റ് സീക്വൻസ് എടുത്ത് കഴിഞ്ഞിട്ട് ലാലേട്ടനാണ് ഫസ്റ്റ് വന്നിട്ട് ഷെയ്ക്കാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ പറഞ്ഞു കേട്ടേക്കുന്നതാണ്. ഇപ്പൊ ഒരു ആക്ടർ ആയില്ലായിരുന്നെങ്കിൽ ലാലേട്ടൻ ഒരു ഫൈറ്റ് മാസ്റ്റർ ആയിരുന്നു. ഭയങ്കര എനർജിയാണ്. എന്തൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഫൈറ്റ് സീക്വൻസ് ചെയ്യുന്ന സമയത്ത് ആ മനുഷ്യൻ എവിടെ നിന്നാണ് ഇത്ര എനർജി വരുന്നതെന്ന് അറിയില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ഈ പറഞ്ഞ പോലെ. അപ്പൊ ഫസ്റ്റ് അപ്രിസിയേഷൻ പിന്നെ പറഞ്ഞ പോലെ ലാലേട്ടൻ പറയും അവള് നന്നായിട്ട് ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നത് പറഞ്ഞിട്ട് പറയുമായിരുന്നു. ടോക്കിംഗ് അബൌട്ട് ഫൈറ്റ് സീക്വൻസ്, ഞങ്ങൾ ഈ അടുത്ത വേറൊരു റീല് കണ്ടിരുന്നു. കളറേ ചെയ്യണ ഒരു സംഭവം. അത് പഠിച്ചിട്ടുള്ളതാണോ അതോ ഒരു മൂവിക്ക് വേണ്ടി ചെയ്തതാണോ? ഞാൻ ഈ പറഞ്ഞ പോലെ ബോക്സിംഗ് ആണെങ്കിലും ഈ മാർഷൽ ആർട്സ് ആണെങ്കിലും അത് ഓരോ സിനിമയുടെ ഓരോ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ജെയ്ഡൊപ്പം തമിഴിലൊരു മൂവി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിൽ പോലെ ചെറുപ്പം മുതലേ മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്ത ഒരു പെൺകുട്ടിയുടെ ക്യാരക്ടറാണ്. ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്തതിന്റെ വീഡിയോ ഞങ്ങൾ കണ്ടത് അത് പ്രാക്ടീസിന്റെ സമയത്ത് എടുത്തൊരു വീഡിയോ ആണ്. കളരിയിൽ ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ എന്തെങ്കിലും ഓർമ്മയുണ്ടാവോ? അടവ് അങ്ങനെ എന്തെങ്കിലും? അങ്ങനെയല്ല. ആ സമയത്ത് ഈ പറഞ്ഞ പോലെ പക്ഷെ അതിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, റിയൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ക്യാരക്ടർ ചെറുപ്പം മുതലേ മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്തുകൊണ്ട് ഫൈറ്റ് ചെയ്യുമ്പം അതിൻ്റെ കുറച്ച് എസൻസ് വരും ഇവളുടെ ഫൈറ്റിന്. അപ്പം ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്തത്. പക്ഷെ അതിൽ ഒറിജിനൽ ഫൈറ്റാണ് ആ സിനിമയിൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പം അത് പോസ് ചെയ്യുമ്പോഴത്തേനും ഒരു മാർഷൽ ആർട്സ് ടച്ചിൽ വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ്. നെക്സ്റ്റ് പേഴ്സൺ ചിരഞ്ജീവി സാറിന് ഞാൻ ഈ അയ്യപ്പനും കോശിൻ്റെയും എനിക്ക് അവാർഡ് കിട്ടിയപ്പോഴത്തേനും എനിക്ക് തോന്നുന്നു ഹൈദരാബാദ് വെച്ചിട്ടാണ് സാറിനെ മീറ്റ് ചെയ്യുന്നത് അവാർഡ് ഫംഗ്ഷന് വെച്ചിട്ട്. അന്ന് അവിടെ അവാർഡ് ഫംഗ്ഷനിൽ എന്താ പറയുക മെയിൻ ചീഫ് ഗസ്റ്റ് അദ്ദേഹമായിരുന്നു. അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് എന്നെ ആ ക്യാരക്ടറുകൾ കടലിൽ ഇങ്ങനെ കാണുന്നവർക്ക് മനസ്സിലാവില്ല ഇങ്ങനെ കാണുമ്പോൾ. പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടി, ഞാൻ എൻ്റെ ഒരു ഫാനാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ക്യാരക്ടർ ചെയ്ത ആളാണോ എൻ്റെ മുമ്പിൽ നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അതൊരു എനിക്ക് തോന്നുന്നു ഒരു ക്യാപ്ചറായിട്ട് അപ്രിസിയേഷൻ കിട്ടിയിട്ട് ഒരു ഫോട്ടോ അദ്ദേഹം ഇങ്ങനെ ഷേക്ക് ഹാൻഡ് ചെയ്തിട്ട് ഈ ഒരു കാര്യം പറയും ഒരു ഫോട്ടോ എനിക്ക് കിട്ടി. ആ ഫോട്ടോ തന്നെയാണ് വി ഓൾ ഹാവ് സീൻ. അതെ 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 അതെ. നെക്സ്റ്റ് പേഴ്സൺ ആൻഡ് ദ ലാസ്റ്റ് പേഴ്സൺ ഫോർ എക്സ്പ്ലെയിനിങ് വിനീത് ശ്രീനിവാസൻ. എല്ലാത്തിനും ഫസ്റ്റ് ചിരിയാണ്. ഞാൻ ഫിലിം ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, ഈവൻ ബീച്ചേട്ടൻ, ബീച്ചേട്ടൻ, അപ്പം എല്ലാവരും ഈ പറഞ്ഞ പോലെ സീനിയേഴ്സിൻ്റെ കൂടെ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എന്ന് ചോദ്യം നമ്മൾ അറിയാതെ മുമ്പിലേക്ക് വന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ വിനീതേട്ടൻ്റെ പടത്തിൽ വിനീതേട്ടൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ബിക്കോസ് അവരുടെ കൂടെ മാത്രമല്ല ഈ പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സിലുള്ള ആർട്ടിസ്റ്റിന്റെ കൂടെയും നമ്മൾ ഓക്കെ ആവുന്നുള്ളത്. അങ്ങനെ ആദ്യം ചെയ്യുന്നത് വിനയ് ഫോർട്ടിന്റെ ഒപ്പമാണ് രാജീവ് സാറിന്റെ പടത്തിൽ. അപ്പോൾ ആ ഒരു പേരും ഭയങ്കര ഇഷ്ടമായിരുന്നു. സെറ്റിലാണെങ്കിലും നമ്മുടെ ഒരു കെമിസ്ട്രി വർക്ക്ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ ഇതിൽ കുറച്ചേ ഉള്ളൂ, കുറുക്കെന്ന് പറഞ്ഞ സിനിമയിൽ കുറച്ചേ ഉള്ളൂ ആളുടെ വൈഫിന്റെ ക്യാരക്ടറാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ നമ്മളീ പറഞ്ഞ പോലെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആക്ടറിൽ ഉള്ള പേഴ്സണാണ് വിനീതേട്ടൻ. ഭയങ്കര കംഫർട്ടായി ഭയങ്കര എനിക്ക് തോന്നുന്നു ഞാൻ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സ് ഭയങ്കര കംഫർട്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഈ ക്യാരക്ടേഴ്സിനെ ക്യാരി ചെയ്യാൻ പറ്റുന്നത്. കാരണം ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുള്ളൂ. ആ ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ കംഫർട്ടബിൾ ആയ അങ്ങനെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഈവൻ കുറുക്കളിൽ തന്നെയാണെങ്കിലും വിനീതേട്ടന്റെ ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പൊ അവിടെയും ഈ പറഞ്ഞ കുറച്ച് പുള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് കോൺട്രാസ്റ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരുന്നു. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു അതിലും ഈ പറഞ്ഞ പോലെ കുറച്ചേ ഉള്ളൂ, ഓരോ 3-4 സീനേ ഉള്ളൂ. പക്ഷേ ഈ പറഞ്ഞ പോലെ നല്ലത് അതിന്റെ ക്ലൈമാക്സില് ആ പോർഷൻസ് ഒക്കെ എല്ലാ ആൾക്കാരും പറയാറുണ്ട്. അങ്ങനെ എൻ്റെ ഒരു ക്യാരക്ടർ കുറച്ചും കൂടെ സ്ട്രോങ് ആവുന്നത് ക്ലൈമാക്സ് പോർഷൻ ഒക്കെയാണ്. മെജോറിറ്റി ചെയ്ത വർക്കും ഇങ്ങനെ സ്ട്രോങ് ബോൾഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്
ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് മാമിന്റെ ഒരു റീല് കണ്ടിരുന്നു. മാം ഭയങ്കര ഫെറ്റ് ലവർ ആണെന്ന് അതിൽ നിന്ന് മനസ്സിലായി. ഇറ്റ്സ് ലൈക്ക് ഒരു പട്ടിക്കുട്ടീനെ ഫീഡ് ചെയ്യണ ഒരു റീലായിരുന്നു. മാമിന്റെ സിംബ എന്ന് പറഞ്ഞൊരു ക്യാറ്റ് ഉണ്ടല്ലോ മാമിന്, അതല്ലാണ്ട് ഏതൊക്കെ പെറ്റ്സ് ഉണ്ട്? എത്ര പെറ്റ് ലവർ എന്ന് പറയുമ്പോൾ തന്നെ ലൈക്ക് വാട്ട് ഡു യു എക്സ്പ്രസ് ഔട്ട് ഓഫ് ഇറ്റ്? ലൈക്ക് എത്ര ആനിമൽസ് ഉണ്ട് പെറ്റായിട്ട്? അല്ല, ഒരുപാട് പേരുണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ. അത് ഓട്ടോമാറ്റിക്കലി സംഭവിച്ചതാണ്. ഡോഗ് ലവർ ആണോ കാറ്റ് ലവർ ആണോ? അങ്ങനെ ഇല്ല, ഓട്ടോമാറ്റിക്കലി ഞാൻ ഇപ്പൊ ഒരു ആനിമൽ ലവർ ആണെന്ന് വെച്ചാൽ ഇഷ്ടമാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ഞാനിങ്ങനെ വളർത്തിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഈ പറഞ്ഞ പോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എനിക്കൊരു കാറ്റിനെ കിട്ടിയതാണ്. ഞാൻ ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴത്തേനും വണ്ടിക്കുള്ളിൽ കുഞ്ഞ് പെട്ടിട്ട് അങ്ങനെയാണ് തുടങ്ങുന്നത്. സിംബല്ല, അല്ലാണ്ടൊരു കുഞ്ഞിനെ കിട്ടിയിരുന്നു. അത് തൊട്ടാണ് തുടങ്ങിയത്. സിംബനെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ ആദ്യമായിട്ട് അതിൻ്റെ അടുത്ത് കഥ പറയാൻ വേണ്ടി ശശിനെ വിളിക്കുമ്പോൾ ഞാൻ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ അസിസ്റ്റന്റും അസോസിയേറ്റും ശശിയുടെ ടീം ഇരിക്കുന്ന സമയത്ത് ഒന്നും നോക്കാണ്ട് ഒരാളിങ്ങനെ വരാ. ഇതാണോ ആള്? ഇതല്ല, ഇത് പറ്റിയാണ്. അതിങ്ങനെ വരാ ആളിങ്ങനെ. ഞാനത് ഒരാവശ്യം ഇട്ടിട്ടുമുണ്ടായിരുന്നു, എൻ്റെ പേജിൽ എവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഭയങ്കര കൂളായിട്ട് വന്നിട്ട് എന്തോ ഭയങ്കര അധികാരത്തോടെ ശശിയുടെ മടിയിലിരിക്കുക. നമ്മളിങ്ങനെ ഫുൾ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് പൊടിക്കുഞ്ഞാണ്, ഒരു മാസം എന്തോ ഉള്ളൂ. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ഭയങ്കര സ്നേഹമായിരുന്നു ശശിയാണ്. അപ്പോൾ ഷൂട്ടിൻ്റെ സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ശശിയാണ് എനിക്ക് തോന്നുന്നു ലൊക്കേഷൻ കാണാനൊക്കെ പോയപ്പോഴത്തേനും രാജുവിൻ്റെ അടുത്ത് കഥ പറയാൻ പോയപ്പോഴൊക്കെ ശശിയേട്ടൻ ഇതിന് ഇവിടെ വണ്ടിയിൽ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ട്. വന്ന് കയറിയ പോച്ചപ്പൊക്കെ അതിന്റെ പേരല്ലോ ഇട്ടിട്ടുണ്ടോ? അതിന് അത്യാവശ്യം എന്തൊക്കെയോ ചീരുന്നൊക്കെ പറഞ്ഞിട്ട പേരിട്ടത്. ഞാൻ അവളെ കുഞ്ഞുമണിന്നാ വിളിച്ചത്. ഓക്കെ. അപ്പോ ഇവൻ ലൊക്കേഷൻ കാണാൻ പോയപ്പോഴൊക്കെ ശശിയേട്ടൻ കൊണ്ടുപോയി. ഈ സീനിയർ ഫസ്റ്റ് ഇവളെ അത് ഭയങ്കരമാണ്. ആൾക്ക് എന്തോ ഒരു ഭയങ്കര അധികാരത്തോടെയാണ് സച്ചിയുടെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നത്. ഭയങ്കര സ്നേഹമായിരുന്നു അവർ. ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. കഴിക്കുന്ന ഫുഡ് ഇങ്ങനെ കൊടുക്കുക, കാരണം അവളെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവൾക്ക് കൊടുക്കാണ്ട് കഴിക്കാൻ തോന്നില്ല. അപ്പോൾ ലൊക്കേഷൻ കാണാൻ പോയപ്പോഴൊക്കെ സച്ചിയുടെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ ഷൂട്ടിന് പോകുന്ന സമയത്താണ് ഈ പറഞ്ഞ ഒരു 3 മാസം മാറി നിൽക്കുന്നതുകൊണ്ട് അവളെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായി. അപ്പൊ എന്നെ ഏൽപ്പിച്ചിട്ട് ഈ പറഞ്ഞ വീട്ടിൽ ഒരാളുണ്ടല്ലോ പടം, നീ ഒന്ന് ടേക്ക് കെയർ ചെയ്യാൻ 3 മാസം കഴിഞ്ഞിട്ട്. എത്ര പേരുണ്ട് വീട്ടില്? വീട്ടിലിപ്പോ ഒരു ഇവള് വലുതായി കഴിഞ്ഞാൽ ഇവള് പ്രഗ്നന്റ് ആയി കുഞ്ഞ് ഇപ്പൊ ഞങ്ങളുടെ റിലീസിന്റെ സമയത്തായിരുന്നു ശശിയേട്ടൻ തന്നത്. 3 കുട്ടികളായിരുന്നു. അപ്പൊ ഞാൻ അവർക്ക് ഇപ്പൊ 2 ആണും 1 പെണ്ണും. അപ്പൊ അയ്യപ്പനും കോശിയും കണ്ണമ്മ പേരൊക്കെ ഇട്ട് അവരെ കുറിച്ച് ഈ പറഞ്ഞ പോലെ മാറ്റവും വീണ്ടും ശശിയേട്ടൻ പോയ ശേഷം അവർ റിക്വസ്റ്റ് ചെയ്തിട്ട് ഫീച്ചർ വന്നിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ ഒരു 2-3 പേര് ഉണ്ട്. ഞാൻ വളരെ ലൈറ്റ് ഹാർട്ടഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത് ടി കെ രാജകുമാർ സാറിന്റെ പടത്തിൽ മാത്രമാണ്. അതും ഈ പറഞ്ഞ പോലെ റിലീസിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. വളരെ എനിക്ക് ചെയ്തതിൽ വെച്ച് വളരെ സിമ്പിൾ. എൻ്റെ ഒരു സ്മൈലി ഫേസ് ഓവറോൾ ഉള്ള, അല്ലെങ്കിൽ ഒരു ലവിങ് ഫേസ് ഓവറോൾ ഉള്ള ഒരു ക്യാരക്ടർ അതാണ്. ഇപ്പം ഈ പറഞ്ഞ ഡിഫറെന്റ് ക്യാരക്ടറാണ്. അത് ഇപ്പൊ പറയാൻ പറ്റില്ല. അത് റിലീസാണ്. സർപ്രൈസ് ആണ്, സൂൺ വരുമ്പോ കാണാം എന്നുള്ളത്. നിങ്ങൾ പിക്ചറിലുണ്ടാവും. ഓക്കെ, നെക്സ്റ്റ് ഒരു സിമ്പിൾ ഗെയിമിലേക്ക് പോയാലോ? ഗെയിമിന്റെ പേര് കേൾക്കുന്നുണ്ടോ എന്നാണ്. ഹലോ, കേൾക്കുന്നില്ല. നമ്മൾ ഇങ്ങനെ ഹെഡ്ഫോൺ വെക്കും. ഹെഡ്ഫോണിൽ ലൗഡായിട്ട് മ്യൂസിക് വെക്കും. ഞാൻ എന്തെങ്കിലും ഫ്രേസ് അല്ലെങ്കിൽ മൂവി ഡയലോഗ്, ഭയങ്കര കോമൺ ഫേമസ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫ്രേസ് അല്ലെങ്കിൽ മൂവി ഡയലോഗ് പറയും. ഓക്കെ, അത് എൻ്റെ ലിപ് മൂവ്മെന്റ് വെച്ചിട്ട് മനസ്സിലാക്കണം എന്താ ഉദ്ദേശിക്കണേന്ന്. ഞാൻ ആക്ഷൻ ഒക്കെ കാണിക്കാൻ നോക്കാം. അത് നിന്നിട്ട് എന്താണ് ഞാൻ പറയുന്നതെന്ന് മനസ്സിലാക്കണം. ഓക്കെ, ചെയ്തു നോക്കിയാലോ? ഇതാണ് ഞങ്ങളുടെ പ്രോപ്പർട്ടി. ഞങ്ങൾ ഇതിൽ മ്യൂസിക് വയ്ക്കും. ഫസ്റ്റ് ഫ്രേസ്, എടാ മോനെ. അസാലോ, എടാ മോനെ. യെസ്, എക്സാക്ട്ലി, ഗുഡ്. ഓക്കെ, നെക്സ്റ്റ്, ലോസ് അടിക്കട. ലൂസ് അടിക്കട. ലൂസ് കുറച്ചോ? ലൂസ് അടിക്കട. അടിക്കട. അടി. കുറച്ച് അടിയോ? ലൂസ് കുറച്ചുകൂടെ പറയുന്ന ലിപ്പ് കിട്ടുന്നില്ല. ഓക്കെ, അടി. അടി. കെട. അടി കണ്ട. അടിക്കണ്ട. അടിക്കണ്ട. ലൂസ്
അടിക്കണം. അത് വിടും, നമുക്ക് നെക്സ്റ്റ് പോവാം. ഓക്കെ. അനുവാദം ഇല്ല. അനു 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 കാത്തു. ആ ആ നു അനുവാദം ഇല്ല. അനുവാദമില്ല. അത് പറയാൻ പറ്റില്ലെന്നോ? അനുവാദം. അനുവാദോ? ആ അനുവാദം ഇല്ല. അനുവാദം ഇല്ല. ഇല്ല, അത്രേ ഉള്ളൂ. ഇല്ലുമിനാട്ടി. 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 ഇതെന്താ ഡാൻസ് കളിക്കാന്നോ? ഇല്ലു ഇല്ലു ഇറു ഇല്ലു ഇലു ഇല്ലു മീനാട്ടി. മീ മീ മിട്ടി. ഓ ഇലുമിനാട്ടി. ഇല്ലുമിനാട്ടി. ഓക്കെ ഓക്കെ. എക്സാക്ട്ലി. ഡണ്ണായി ഒരിക്കും. വീട്ടിൽ പോവാനോ? വീട്ടിൽ പോകാൻ തന്നെ പക്ഷെ വീട്ടിൽ പോകണോ? പിന്നെ സെറ്റ് തരല്ലേ? പണി തരുമ്പോ തിരിച്ചു പണി കൊടുക്കണ്ടേ? മോളൊന്ന് വെച്ചേ. അങ്ങനെയൊക്കെ പറഞ്ഞ ഒന്ന് വെച്ച് വെക്കുന്ന. പണി. ഓക്കെ. പാട്ട് വന്നോ? നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ടോ? എന്താ നന്നായിട്ടുണ്ടോന്ന്? തെറ്റ് ചെയ്തോണോ? ആ അങ്ങനെ പവനായി ശവമായി. പവിത്രയോ? അല്ലല്ല, ആതിര. ആദിത്യ. ആ അതന്നെ. അങ്ങനെ അങ്ങനെ എനിക്ക് ആ അതന്നെ. അങ്ങനെ പവനായി ശവമായി. പറ. എനിക്ക് എനിക്ക് ആ എനിക്ക് ആ എനിക്ക് ഇപ്പൊ പണി മനസ്സിലാവുന്നുണ്ടോ? ആ അങ്ങനെ പവനായി ശവമായി. ആ പറ. അങ്ങനെ പവനായി ശവമായി. അങ്ങനെ പവനായി ശവമായി. ഇപ്പൊ നീ ആയിക്കൊണ്ടിരിക്കുന്ന സാധനം. ഇപ്പൊ നീ ആയിക്കൊണ്ടിരിക്കുന്ന സാധനം അതന്നെ. അങ്ങനെ പവനായി ശവമായി. ഇത് പാടാട്ടോ ആണല്ലേ? പാടി കൊടുക്കാൻ. അങ്ങനെ ഞാൻ പറയാം. അങ്ങനെ എനിക്ക് ആ അങ്ങനെ പവനായി ശവമായി. അങ്ങനെ പവനായി ശവമായി. പവനായി ശവമായി. ഇത് മനസ്സിലായോ? ഇപ്പൊ മലയാളം മൂവിയുടെ റേഞ്ച് പറയുന്നത് ഹൈ ആണ്. ലൈക്ക് വരുന്ന എല്ലാ മൂവീസും 50 crore 100 crore ഒക്കെ ക്ലബിൽ കയറുന്നു. മോസ്റ്റ് ഓഫ് ദി അതർ ഇൻഡസ്ട്രീസ് മലയാളം ഇൻഡസ്ട്രീനെ നോക്കി നിൽക്കുന്ന ഒരു ടൈപ്പാണ്. മലയാളം ഇൻഡസ്ട്രീനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിൽ ഹൗ ഡു യു എക്സ്പ്രസ് ലൈക്ക് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു ഫേസ് ഹൗ ഡു യു? ഇല്ല, ഭയങ്കര സന്തോഷമല്ലേ ഈ പറഞ്ഞ പോലെ. ഈ പറഞ്ഞ കറക്റ്റാണ്. ഇപ്പൊ അതർ ലാംഗ്വേജ് എല്ലാം ഭയങ്കര ക്യൂറിയസ് ആയിട്ട് നോക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം ഇൻഡസ്ട്രി. അത് 2023 മുതൽ 24 അതിന് മുമ്പും ഉണ്ടായിരുന്നു ഈ പറഞ്ഞ പോലെ. പക്ഷെ ഈ പറഞ്ഞ പോലെ അടുപ്പിച്ച് ബാക്ക് ടു ബാക്ക് ഹിറ്റ് അതെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ വളരെ സന്തോഷമുള്ള കാര്യമാണല്ലോ ഈ പറഞ്ഞ പോലെ. നമ്മുടെ ഇൻഡസ്ട്രീനെ കുറിച്ച് മറ്റുള്ള ലാംഗ്വേജിലുള്ള എല്ലാ ആൾക്കാരും സംസാരിക്കുന്നു, സിനിമകൾ കാണുന്നു. നമ്മുടെ ഇവിടെയുള്ള ആക്ടർ അല്ലെ ആക്ട്രസിന് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നു അതർ ലാംഗ്വേജിലേക്ക്. സോ അത് നടക്കുന്നു. അതെ അതെ, ഒരുപാട് സന്തോഷമാണ്. ഇപ്പൊ ഇവൻ ഞങ്ങളുടെ സിനിമ തന്നെയാണെങ്കിലും അത് മോർ ദാൻ ഒരു 4 ലാംഗ്വേജിന് മുകളിലേക്ക് അത് എന്താ പറയുക റൈറ്റ്സ് പോയിട്ടുണ്ട്. ഈവൻ തെലുങ്ക് വന്നു, ഈവൻ ഇപ്പോൾ കന്നഡ പോയിട്ടുണ്ട്, തമിഴ് പോയിട്ടുണ്ട്. അങ്ങനെ ഈ പറഞ്ഞ പോലെ. സോ ഇൻഡസ്ട്രി ഇപ്പൊ മലയാളം ഇൻഡസ്ട്രീനെ നോക്കുന്ന അതെ ഹിറ്റ് മൂവീസ് ആണ് എപ്പോഴും. അതെ, ഒരുപാട് ടാലന്റേഴ്സ് ആയിട്ടുള്ള ന്യൂ കമർ ഈ പറഞ്ഞ പോലെ ഡയറക്ടർ, റൈറ്റേഴ്സ്, ഈവൻ പ്രൊഡക്ഷൻ ഹൗസ് ആണെങ്കിലും ഈവൻ ആക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും ഒരുപാട് വരുന്നുണ്ട്. ഒരുപാട് ടാലന്റേഴ്സ് വരുന്നുണ്ട്. അവർക്കൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്പേസും ഇപ്പൊ കിട്ടുന്നുണ്ട്. അതെ, സുസന്തോഷം. നമ്മൾ ഇന്നത്തെ ഇന്റർവ്യൂന്റെ ഓൾമോസ്റ്റ് എൻ്റെ എത്താറ്. ബിഫോർ ദാറ്റ് ഈ ജീൻ ക്ലോത്ത് ബിഗുളിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, ലൈക്ക് ഇവിടെ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട സർവീസ് എന്താണ് ആഫ്റ്റർ ദേ പ്രൊവൈഡഡ് ടു യു? എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആഫ്റ്റർ ടേക്കിംഗ് ദ സർവീസ്? അല്ല, ഇവിടുത്തെ ഈ പറഞ്ഞ പോലെ സ്റ്റാഫൊക്കെ ആണെങ്കിലും ഫ്രണ്ട്ലി ആണ്. ഈ പറഞ്ഞ പോലെ പിന്നെ ഈ പറഞ്ഞ പോലെ സർവീസ് ഒക്കെ ആണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹാപ്പിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു ഹെയറിലൊരു ട്രീറ്റ്മെന്റ് എടുക്കുന്നതും ഈ പറഞ്ഞ പോലെ ഒരു മേക്ക് ഓവർ പോലെ ന്യൂ ആയിട്ട് അങ്ങനെ ചെയ്യുന്നതും ഒരുപാട് കാലത്തിന് ശേഷമാണ്.
സോ ഈ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. മൊത്തത്തിൽ ഈ പറഞ്ഞ പോലെ സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങളുടെ ഗോൾഡൻ കാലയിൽ ഗെറ്റ് റെഡി വിത്ത് മീയുടെ ഈ എപ്പിസോഡിലേക്ക് വന്നതിന് ഒരുപാട് നന്ദി. ബിക്കോസ് ഓഫ് യു ഇറ്റ് ബിക്കം സോ എന്റർടൈനിങ്. നല്ല രസമായിരുന്നു. എനിക്കിട്ട് പണി വെച്ചതിന് ഒരുപാട് ബട്ട് ഇറ്റ് വാസ് സോ മച്ച് ഓഫ് ഫൺ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.